ഫ്രണ്ട്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ സംഭവങ്ങളെല്ലാം വാങ്ങിക്കാൻ പോകുന്ന ഷോപ്പിംഗ് ഇതാണ് കാണിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അതിനുശേഷം നമ്മൾ ചെയ്യണം, നമ്മളെല്ലാ ഓരോ വീടുകളിലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ പഴയ സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തോട്ട് എടുക്കാനുണ്ടാവും. നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ക്രിബ്, അതുപോലെ തന്നെ ഡെക്കറേഷൻ ഐറ്റംസ്, ലൈറ്റ്സ്, ഇതെല്ലാം ഓരോ ബോക്സ് ആയിട്ടായിരിക്കും സീഫഞ്ചേട്ടൻ സെറ്റ് ചെയ്ത് വെക്കണത്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് ശേഷമുള്ള സംഭവങ്ങളെല്ലാം പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ മിട്ടുമോനാണ് മേളിൽ കയറി എല്ലാം എടുത്ത് തന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് താഴോട്ട് വെക്കാം കേട്ടോ. ക്രിബിൻ്റെ ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും വേറെ വാങ്ങിയില്ല. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും നമ്മുടെ കയ്യിൽ പഴയതുണ്ട്, ഒരു 5 വർഷമായിട്ടാണ് വാങ്ങിയത്. പക്ഷെ അത് ചീത്തയായിട്ടില്ല, നമ്മൾ അതേപോലെ ഒന്ന് സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് നമ്മൾ തോന്നുന്നു അതൊന്നും കംപ്ലൈൻ്റ് ആയിട്ടില്ല. അപ്പോൾ അതെല്ലാം ഞങ്ങളെല്ലാം കവറെല്ലാം പൊട്ടിച്ച് ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാവർക്കും ക്രിസ്മസ് വ്ളോഗിന്റെ സെക്കൻഡ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പോയി. കുറച്ച് ഐറ്റംസേ വാങ്ങിയുള്ളൂ, കാരണം അത്യാവശ്യം കണ്ടില്ലേ കുറെ സംഭവങ്ങൾ അത്യാവശ്യം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസേ വാങ്ങിയുള്ളൂ. അപ്പോ നമ്മള് മെയിൻ ആയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാനും, അതുപോലെ തന്നെ അതിപ്പോ എല്ലാവരും അങ്ങനെയല്ല, നമ്മൾ അവിടുത്തെ കാഴ്ചകൾ മെയിൻ ആയിട്ട് ആ ക്രിസ്മസിന്റെ കാഴ്ചകൾ, നല്ല മനോഹരമായ കാഴ്ചകൾ കാണാനാണ് എല്ലാവരും മെയിൻ പോകുന്നത്. ഒപ്പം കുറച്ച് ഐറ്റംസ് വാങ്ങി നിങ്ങളെയും കൂടെ കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ അവിടുത്തെ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഫസ്റ്റ് എന്താ, ഇത് വാതിലിൽ തൂക്കൂലേ നമ്മൾ, അതാണ്. അപ്പൊ അത് ഇങ്ങനെ രണ്ടെണ്ണം സെപ്പറേറ്റ് വാങ്ങി. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ വലിയ പോലെ നമുക്കിത് ഇങ്ങനെ വെച്ച് ഹാങ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. ജസ്റ്റ് 200 rupees ആയുള്ളൂ കേട്ടോ. നല്ല ഭംഗി. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതാണ് വാങ്ങിയത്, ഓവർ ഇതായിട്ടുള്ളത് കാണിച്ചത്. അപ്പൊ ഇതിലിങ്ങനെ മേരി ക്രിസ്മസ് എഴുതിയിട്ടുമുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ വാങ്ങിച്ച ഒരു ഐറ്റം. പിന്നെ സ്റ്റാർ 2 വാങ്ങി, അത് ഹാങ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഇതുപോലത്തെ ഹാങ് ചെയ്യണ ബോൾസിലെ കുറച്ച് വലുത് കളർഫുൾ ആയിട്ടുള്ളത് മിക്സഡ് കളേഴ്സ് വാങ്ങി. പിന്നെ റെഡ് കളർ വാങ്ങി. പിന്നെ ഇത് വാങ്ങി. പിന്നെ ചെണ്ട, നല്ല റെഡ് കളർ ചെണ്ട, നല്ല രസം. എനിക്ക് ചെണ്ട ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇത് ഇത്ര ഐറ്റംസ് വാങ്ങി. ഇതൊക്കെ നോർമൽ റേറ്റ്സ് തന്നെയാണ് കേട്ടോ, നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ തന്നെ കിട്ടി. പിന്നെ 2 സ്റ്റാർ ആണ് വാങ്ങിയത്. അതിൽ ഒന്ന് ഹാങ് ചെയ്തു, ഒന്ന് ഹാങ് ചെയ്തിട്ടില്ല. പിന്നെ പഞ്ഞി, നമുക്ക് പുൽക്കൂട് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇതിൽ എവിടെയെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാന്നോർത്ത് സേഫ്റ്റിക്ക് വാങ്ങിച്ചു വെച്ചു. പിന്നെ രണ്ടാമത് പോണ്ടല്ലോ, അണ്ട് ഇതുപോലെ പഞ്ഞി കിട്ടും. 30 രൂപ കേട്ടോ ഒരു പാക്കറ്റ്. 30 രൂപ പറഞ്ഞ 30 രൂപ. 30 രൂപ ഉണ്ടോ ഒരു പാക്കറ്റ് കവർ ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിച്ചത്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ അതിനുശേഷമാണ് ക്രിബ് ചെയ്യാൻ പോണം. അപ്പൊ ക്രിബ് ചെയ്യുമ്പോൾ അതിനെയും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പൊ നമുക്കിത് ഓരോന്നും പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഹാങ് ചെയ്യാം, നമ്മുടെ ക്രിസ്മസ് ട്രീയിലേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഫുൾ ഹാങ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്തതിനു ശേഷം ഉള്ളത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമ്മുടെ ക്രിസ്മസ് ട്രീയിലെ എണ്ണതൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ലൈറ്റ്സ് ഇടലാണ്. അതിന്റെ സെക്ഷൻ സീഫഞ്ചേട്ടനാണ്. ചേട്ടനാണ് ഇത് അങ്ങനെയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം, സെറ്റ് ചെയ്തുതരാം. അപ്പോഴായിരിക്കും ഇതിന്റെ ഫുൾ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുക. അപ്പൊ അത് ബാക്കി ഇനി ചേട്ടൻ ചെയ്യട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നെ ക്രിബിലേക്കുള്ള കാര്യങ്ങൾ കടക്കാൻ. അപ്പൊ നമ്മുടെ വാതിലിലേക്ക് ഞാൻ തൂക്കിയതും കൂടെ കാണിച്ചു തരാം. കണ്ടോ,
ഇതുപോലെ ഇരിക്കും നമ്മൾ വാതിലിൽ തൂക്കി കഴിഞ്ഞാലുള്ള നമ്മളുടെ വാങ്ങിയത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി ലൈറ്റ്സ് ഒക്കെ ചെയ്യാം, സെറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച ലൈറ്റ് ആട്ടോ സീഫ്, ഞാൻ ഇങ്ങനെ കുപ്പിയിൽ ഇങ്ങനെ ചുട്ടി വെക്കും. അപ്പൊ എടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് മാക്സിമം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സിൽ എല്ലാ ലൈറ്റ്സും മാറ്റി വെച്ചിട്ടുണ്ടാവും. നമ്മള് എല്ലാ വീട്ടിലും അങ്ങനെ ഇരിക്കും അല്ലെ. ക്രിസ്മസ് ഐറ്റംസ് ഒന്ന്, ക്രിബില ഐറ്റംസ് വേറെ ഒന്നില്, അങ്ങനെ ഓരോരോ കാർഡ്ബോർഡ് ബോക്സിലായിരിക്കും നമ്മുടെ ഐറ്റംസ് എല്ലാം. ഗൈസ്, ഞങ്ങളിതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ എക്സ്ട്രാ ആയിട്ട് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുൽക്കൂടും പിന്നെ പുറത്തൊക്കെ കുറച്ച് ചെറിയ അലങ്കാരമൊക്കെ ചെയ്യാനായി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അതിലേക്ക് നമുക്ക് കടക്കാം. ഈ ബക്കറ്റ് കൂടെ മതി. ഫ്രണ്ട്സ്, ഇപ്പതേ നമ്മള് പുൽക്കൂടിന്റെ സെറ്റിങ്സ് ചെറിയ രീതിയിൽ അപ്പൊ സീഫന്റെ മണ്ണൊക്കെ എടുത്തിരുന്നു. അപ്പൊ അതിലേ ഞാൻ സെറ്റ് ചെയ്ത് കുറച്ച് വഴിയും പാടവും ഒക്കെ ഉണ്ടാക്കണാണ്. അപ്പൊ ഇനി ബാക്കി പണികൾ ഞാൻ ഓഫീസിൽ പോയി വന്നിട്ട് വൈകിട്ടേ ചെയ്യുള്ളൂ, കാരണം ടൈമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി ഓഫീസിൽ പോയി ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചു. ബാക്കി നമ്മുടെ സംഭവങ്ങളൊക്കെ വൈകിട്ട് ചെയ്യാം. ഒരെണ്ണം കൂടെ വെക്കേണ്ടി വരില്ല ഹൈറ്റിൽ. കാല് ഉറക്കോ വീടല്ലേ, കാല് ഉറക്കണണ്ട. സ്വിച്ച് ഒക്കെ ഓഫ് ആണോ? ഫ്ലാഗ് പോസ്റ്റ് പോലെയാണ്. നമ്മുടെ സ്റ്റാറൊക്കെ കെട്ടിയ ശേഷം സീഫ ചേട്ടൻ ഇപ്പോൾ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു കേട്ടോ. നമ്മുടെ മതിലും ഗേറ്റൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ ആൾ പെയിൻറ്റ് വാങ്ങി വന്ന് പെയിൻറ്റൊക്കെ ഇതേ ഒന്ന് അടിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം സീഫ ചേട്ടൻ ഒറ്റയ്ക്കാണ് കൂടുതലും ചെയ്യണത്. ഇടയ്ക്ക് മാത്രമാണ് മിട്ടും ടൂടും വന്നത്, കാരണം അവർക്കും എക്സാമിൻ്റെ ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ അവർ വന്ന് ക്രിബിലും മണ്ണിടലും അങ്ങനെയുള്ള കാര്യങ്ങളും സ്റ്റാർ ഇട്ടാൻ നിർത്തും അങ്ങനെയൊക്കെ കുറച്ച് വന്ന് കുട്ടികളെ സഹായിച്ചു. അപ്പോൾ ഇതേ ലാസ്റ്റത്തെ മിനുക്ക് പണികളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മുടെ ലൈറ്റ്സ് അറേഞ്ച്മെന്റ്സ്, നമ്മുടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ഞങ്ങളുടെ പൂർത്തിയായി. ലൈറ്റ് ഇടുന്ന തിരക്കിലൊക്കെ ആയിരുന്നു 2 ദിവസമായിട്ട് ആയിരുന്നു നമ്മളുടെ ഈ വർക്കെല്ലാം. അപ്പൊ ലൈറ്റ് ഇടല്, പെയിന്റ് അടിക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീഫൻ ചേട്ടൻ ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചു കാര്യങ്ങൾ ഈ പ്രാവശ്യം ഞാൻ ചെയ്തോളൂ, ഹെൽപ്പിങ് അങ്ങനെയുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കാര്യങ്ങളായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ള ഇതിന്റെ ഫൈനൽ ഒരു റിസൾട്ട് എങ്ങനെയാന്നുള്ളത് അടുത്ത വീഡിയോയിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി നമുക്കുള്ളത് ക്രിബിന്റെ കുറച്ച് വർക്കും കൂടെ ഉള്ളൂ. അത് നമുക്ക് ഇനി പുല്ലൊക്കെ ഒന്ന് വളരണം, എന്നാൽ മാത്രമേ അവിടെ നമുക്ക് രൂപങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കെല്ലാം കാണിക്കുന്നതാണ്. നല്ല കൊതുകുണ്ട് കേട്ടോ, അത് ഞാനിവിടെ കിടന്ന് ഇങ്ങനെ പിടച്ചോണ്ടിരിക്കുന്നത്. വൈകുന്നേരം ഒക്കെ കഴിഞ്ഞാൽ നല്ല കൊതുക്. എല്ലാ വീടുകളിലും അങ്ങനെ ഇരിക്കും ഇപ്പം, കാരണം ഇപ്പോഴത്തെ നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്, നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം പണിയൊക്കെ ഇപ്പം അത്യാവശ്യം തീർത്തത്. അപ്പോൾ ഈ വീഡിയോ, ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വീഡിയോ കുറിച്ചിട്ടുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരുക്കങ്ങൾ ക്രിസ്മസിൻ്റെ തുടങ്ങിയിട്ടുണ്ടാവും, ന്യൂ ഇയറിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഒരുക്കങ്ങൾ ഇതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ ഫ്രണ്ട്സ്.